20ാമത് മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിവിധ മത്സരങ്ങൾ, ആവേശകരമായ മത്സരങ്ങൾ മണാശ്ശേരി MKHMMO ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായി പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ലിൻഡോ ജോസഫ് MLA ആണ് ഉദ്ഘാടനം ചെയ്തത് മേളയുടെ. ഇന്ന് പ്രധാനപ്പെട്ട ഒട്ടനവധി മത്സരങ്ങളാണ് എന്നുള്ളത്. കലോത്സവത്തിൽ ഒരുപക്ഷെ കലോത്സവത്തിന്റെ വിധി നിർണയത്തിൽ ഏറ്റവും സ്വാധീനിക്കപ്പെടാവുന്ന ഒട്ടനവധി മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇന്നും നാളെയുമായിട്ടാണ്, വെള്ളി ശനി ദിവസങ്ങളിലാണ് പ്രധാന മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും തിരുവാതിര, UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഉൾപ്പെടെയുള്ളവയുടെ തിരുവാതിര കളി മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ LP വിഭാഗത്തിന്റെ സംഘനൃത്തം, UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ സംഘനൃത്തം എന്നിവയാണ് വേദി 1-ൽ നടക്കുന്നത്. അതിന്റെ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേദി 2 പോർബന്തറിൽ മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ്. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ മോഹിനിയാട്ട മത്സരങ്ങളാണ് വേദി 2-ൽ നടക്കുന്നത്. വേദി 2-ൽ അത് കഴിഞ്ഞിട്ട് കോൽക്കളി മത്സരമുണ്ട്, കേരള നടനമുണ്ട്. ഇത്രയും മത്സരങ്ങളാണ് വേദി 2-ൽ ഇന്ന് പ്രധാനമായി നടക്കുന്നത്. അതോടൊപ്പം തന്നെ വേദി 3 ഭരതനാട്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് നടക്കുന്നത്. മത്സരങ്ങളുടെ കൃത്യതയിലേക്ക് പോകുന്നതിന് മുമ്പ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇസ്ഹാഖ് മാഷ് ഉൾപ്പെടെയുള്ളവർ. ഇത്തവണ വെൽഫെയർ പാർട്ടി പുതിയ പല കാര്യങ്ങളും വെൽഫെയർ കമ്മിറ്റി ഇന്ത്യ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിലാണ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനം നടക്കുന്നത്. എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ? ഞങ്ങൾ ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പാർട്ടിസിപ്പേഷൻസിനുള്ള കുടിവെള്ള വിതരണം ഞങ്ങളെ അണ്ടറിലാണ്. ഞങ്ങൾ അതുകൊണ്ട് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എന്തെങ്കിലും അസുഖമോ ബാധികമോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മുക്കം ഹെൽത്ത് സെൻ്ററിൽ നിന്നും അതുപോലെ EMS ഹോസ്പിറ്റലിൽ നിന്നുള്ള നഴ്സുമാരുടെയൊക്കെ സേവനം ഇവിടെയുണ്ട്. അതുപോലെ ആംബുലൻസ് സർവീസ്, നമ്മുടെ എൻ്റെ മുക്കം സന്നദ്ധ സേനയുടെ ആംബുലൻസും EMS ഹോസ്പിറ്റലിലെ ആംബുലൻസൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ പിന്നെ എമർജൻസി കോൺടാക്ട് നമ്പർ എല്ലാവർക്കും വേഗം കിട്ടുന്ന വിധത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികൾക്കും ടീച്ചേഴ്സ് രക്ഷിതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വിമൻ ഹെൽപ്പ് ഡെസ്ക് അവർക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ അതിൻ്റെ കൂടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. ഒരു വർഷങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ മത്സരത്തിന് വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രത്യേകം ബെഞ്ച് ഡെസ്ക് ടീച്ചേഴ്സിനെ ഉപയോഗപ്പെടുത്തി തന്നെയാണ് വനിതാ ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ നൽകുന്ന കുടിവെള്ളം നേരത്തെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ കൊടുത്തത്. ഇപ്പോൾ മഞ്ഞപ്പിത്തം, അമീബിക്ക്, മസ്തിഷ്കമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഭീതി നിൽക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ജില്ലയിലൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതെ. അതുപോലെ തന്നെ HIയുടെ മുക്കം ഹെൽത്ത് സെൻ്ററിലെ HIൻ്റെ സേവനം നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും അവർ ഹെൽത്ത് സെൻ്ററിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അവർ നമ്മുടെ കമ്മിറ്റിയുടെ റൂമിൽ ഇരിക്കുന്നുണ്ട്. വെൽഫെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും മുക്കം ഹെൽത്ത് സെൻ്ററിൻ്റെ ഭാഗത്ത് നമുക്കുണ്ടായിട്ടുണ്ട്. ഈ കലോത്സവം മണാശ്ശേരിയിൽ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യ കലോത്സവം കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് വന്ന്, അപ്പോൾ ഈ കലോത്സവത്തെ എങ്ങനെ കാണുന്നത്? ഈ കലോത്സവം വളരെ മനോഹരമായിട്ട് നടക്കുന്നു. ഇവിടെ ഏറ്റവും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, എല്ലാ വേദികളും അടുത്തടുത്തായതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കൾക്കാവട്ടെ, പിന്നെ കുട്ടികൾക്കാവട്ടെ, ടീച്ചേഴ്സിനാവട്ടെ, മറ്റു വേദികളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വളരെ എളുപ്പമാണ്. ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കുട്ടികളെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ നല്ല പ്രവർത്തനമാണ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. മേളയുടെ 2ാം ദിവസം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം ഈ മേളയുടെ പ്രധാന ചുമതലക്കാരിയായ മുക്ക AO ചേരുന്നുണ്ട്. ടീച്ചറെ, എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇപ്പോൾ 2ാം ദിവസമാണ്, 2 ദിവസം കൂടി ബാക്കിയുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകുന്നു? വളരെ സമയബന്ധിതമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. വേദി 1-ൽ മാത്രം നമ്മുടെ ഉദ്ഘാടന സെഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് താമസിച്ചിട്ടുണ്ട്. മറ്റ് വേദികളിലൊക്കെ തന്നെ 9:30 തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള അറിയുന്നു. ഇന്ന് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നുള്ള വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ പൂർത്തിയാക്കാമെന്ന് കരുതുന്നു. കാലാവസ്ഥ വലിയ പ്രശ്നമില്ലാന്ന് തോന്നി. ഇന്നലെയൊക്കെ ഈ സമയത്ത് ഏകദേശമൊക്കെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതുവരെ മഴ അങ്ങനെ പെയ്തിട്ടില്ല. ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമയബന്ധിതമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വൃത്തിയോടെ തന്നെ ചെയ്തു തീർക്കാമെന്ന് കരുതുന്നു. മേളയുടെ പ്രധാന ഒരു കമ്മിറ്റിയാണ് പബ്ലിസിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. എങ്ങനെ നടത്തി കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കാത്തൊരവസ്ഥ. അപ്പോൾ ഈ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? പബ്ലിസിറ്റി കമ്മിറ്റി നമ്മൾ ഈ വർഷം വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏകദേശം 22 ബോർഡുകൾ, പിന്നെ അതുപോലെ തന്നെ ബാനറുകൾ, അതുപോലെ തന്നെ ഒരു മനോഹരമായ കമാനം, ഇതെല്ലാം പബ്ലിസിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 20ാം കലോത്സവം മുക്കം ഉപജില്ലയുടെ
20ാമത്തെ കലോത്സവം ഒരു വലിയ ഉത്സവമാക്കി തന്നെ മാറ്റുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മണാശ്ശേരിയിലെ ആളുകൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും മണാശ്ശേരിയിലെ ജനങ്ങൾ ഇത് അവരുടെ ഒരു ഉത്സവമായിട്ട് തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ കാണുന്നു മണാശ്ശേരിയിൽ ഈ കലോത്സവത്തിൽ? വളരെ നല്ല രീതിയിലാണ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. സമയബന്ധിതമായിട്ട് തന്നെ പരിപാടികൾ നടക്കുന്നുണ്ട്. കാലാവസ്ഥ ചെറിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നെങ്കിൽ പോലും വലിയ പ്രതിസന്ധി ഉണ്ടാവില്ല നമുക്ക് കരുതുന്നത്. ഏറ്റവും നന്നായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഭംഗിയായി നടക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വാസുമാഷ് HM ഫോറം കൺവീനർ ചേരുന്നത് എങ്ങനെ നടക്കുന്നു ഈ കലോത്സവത്തിന്? എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ 2 ദിവസം? വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പോൾ കലാമേളയെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ആലോചനകളും ഒരുക്കങ്ങളും വലിയ മാൻ പവറും അതുപോലെ തന്നെ ആസൂത്രണങ്ങളുമാണ് ഈ കലാമേള വിജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. അതെല്ലാ തരത്തിലുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ, അധ്യാപകർ, കുട്ടികൾ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ പിന്തുണയാണ് മേളയ്ക്ക് സ്വാഭാവികം വന്നത്. മുഖത്ത് വെച്ചാൽ വലിയ മേളയാണ്. ഒരു ജില്ലാ മേളയുടെ പകിട്ടും മോടിയും ഈ മേളയ്ക്ക് ഉണ്ട്. ആ അർത്ഥത്തിൽ വലിയ ജനപിന്തുണയും ഈ മേളയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് മുക്കത്ത് എത്തുന്നത്. അതിലും വർഷങ്ങൾക്ക് ശേഷമാണ് മണാശ്ശേരിയിലേക്ക് ഈ ഒരു കലോത്സവം എത്തുന്നത്. 20 വർഷത്തിന് ശേഷമാണ് മണാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാവുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ വിജയിച്ച ചരിത്രമുണ്ട്. ആ അർത്ഥത്തിൽ വളരെ ഭംഗിയായി മേള പൂർത്തിയാവുമെന്നാണ് വിചാരിക്കുന്നത്. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തൊക്കെ നല്ല സഹകരണമല്ലേ? നല്ല സഹകരണമുണ്ട്. നാട്ടുകാരും രക്ഷിതാക്കളും നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഈ മേളയുമായിട്ട് വളരെ ഗംഭീരമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 2ാം ദിവസത്തെ മത്സരങ്ങൾ മണാശ്ശേരി MKHMMO ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. അല്പസമയം ബ്രേക്കാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. വീണ്ടും മത്സര ഇനങ്ങളിലേക്ക് 1:15 1:15 വീണ്ടും മത്സരം തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുവരെ ചെറിയൊരു ബ്രേക്ക് നമുക്കുണ്ടാവും. താങ്ക് യു.